ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തന്നെ പിരികം ത്രെഡിങ് ആണ്. എങ്ങനെ നമുക്ക് വീട്ടിൽ നമ്മുടെ പിരികത്തിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നൊരു ബ്ലേഡാണ്, അത്യാവശ്യം മൂർച്ചുള്ളൊരു ബ്ലേഡ്, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് പൗഡർ ടിന്ന്, പിന്നീട് ഒരു കത്രിക എടുക്കുന്നുണ്ട് പിരികം മണ്ടലത്ത് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരു ഐബ്രോ പെൻസിൽ, ഐബ്രോസൊക്കെ ഒന്ന് അവസാനം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐബ്രോ പെൻസിൽ, പിന്നീട് ഒരു ഐലൈനർ പെൻസിലും എടുക്കുന്നുണ്ട്. ഐബ്രോ പെൻസിലിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ നെറ്റിയിലെ പൊട്ടൊക്കെ ഒന്ന് മാറ്റി, പൊട്ടിൻ്റെ പശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിരികം അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് നല്ല രീതിയിലൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ പൗഡർ എടുത്തിട്ട് നമ്മുടെ പിരികത്തിൻ്റെ മുകളിലും താഴെയായിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഈ പിരികം ത്രെഡ് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മുടെ നെറ്റിയൊന്നും അധികം നല്ല രീതിയിൽ മുറിയാതിരിക്കാൻ, അതേപോലെ തന്നെ അധികമായിട്ട് നിൽക്കുന്ന ആ രോമങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൗഡർ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. എടുത്ത പൗഡർ ഇച്ചിരി കൂടി പോയിട്ടോ, അതാണ് വിഷയം, പറ്റിപ്പോയത്. അപ്പോൾ നമ്മുടെ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നെറ്റ് മുകളിൽ നമ്മൾ എടുക്കുമ്പോൾ മുകളിലേക്ക് നല്ല രീതിയിൽ വലിച്ച് പിടിച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നല്ല അത്യാവശ്യം ചെറിയ സമാധാനത്തിൽ പതുക്കെ എടുത്താൽ, ഞാൻ വീഡിയോയിൽ ഇച്ചിരി സ്പീഡാക്കിയിട്ടുണ്ട്, പതുക്കെ സാവധാനം എടുത്തെടുക്കുക. കാരണം എന്നാൽ നമ്മൾ ആവേശം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പിരികത്തിലാണ് നമ്മൾ കളി, പിരികമൊക്കെ ബാക്കിയും കൂടെ വടിഞ്ഞു പോവും. അതിനുശേഷം മുകളിലേക്ക് നല്ല രീതിയിലൊന്ന് എടുത്തതിന് ശേഷം താഴെയുള്ള നല്ല രീതിയിൽ കൺപോള താഴേക്ക് വലിച്ചു പിടിച്ചിട്ട് അതും എടുക്കുക. നമ്മൾ ഈ പിരികം അല്ലെങ്കിൽ കൺപീലിയൊക്കെ നല്ല രീതിയിലുള്ളവർക്ക് സൂക്ഷിക്കുക കേട്ടോ. ഞാൻ ഒരുപാട് നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നതെന്ന്. എനിക്ക് മൊബൈൽ ക്യാമറ നോക്കി അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ മിററിലേക്ക് എൻ്റെ നോട്ടവും എൻ്റെ പാതി ഫേസും ഓടും, എൻ്റെ പാതി ഫേസ് അങ്ങനെ അങ്ങോട്ട് മാറുന്നതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പിരികം സെറ്റ് ആക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം മുകളിലേക്ക് നിൽക്കുന്ന നല്ല നമ്മൾ ഷേപ്പ് ചെയ്തതിന് മുകളിലേക്ക് നിൽക്കുന്ന പിരികത്തിലേക്ക് മുകളിലേക്ക് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ചീപ്പാൻ പറ്റില്ല, കൈ കൊണ്ട് ചീപ്പാ, അല്ലെങ്കിൽ ബ്രഷോ കാര്യങ്ങളോ യൂസ് ചെയ്ത് മുകളിലേക്ക് ആക്കിയിട്ട് അതിനെ ഒന്ന് വെട്ടി ലെവലാക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ചെയ്യുക. അത് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വൃത്തികേടായിട്ട് മാറുന്നതാണ്. അപ്പം പക്ഷേ നല്ല രീതിയിൽ തന്നെ ഞാൻ അത് ചെയ്തു. അതിനുശേഷം നമ്മളത് ചെറുതായിട്ട് ഐബ്രോ ഫില്ല് ചെയ്തെടുക്കുക. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഐബ്രോസിൻ്റെ തുടക്കം തൊട്ട് ഫില്ല് ചെയ്യാണ്ടിരിക്കുക. അത്യാവശ്യം അവിടെ തൊട്ട് കട്ടിയായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതിയത് എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ തൊട്ടിലെന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് എഴുതി തുടങ്ങുക പിരികം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പം നല്ല രീതിയിൽ തന്നെ ആ ഒരു പിരികമൊക്കെ നമ്മൾ പാതി തൊട്ട് നല്ല രീതിയിൽ കട്ടിക്കാമെന്ന് എഴുതിയാലും വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ വെച്ചിട്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എങ്ങനെയുണ്ട് പിരികം? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.